വിനിസ്ഡാine. ഞാൻ വിനീത. എല്ലാവർക്കും ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ആദ്യം തന്നെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ തമ്പനയിൽ നിന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ലാലേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ലാലേട്ടൻ ഉണ്ടാക്കിയ ചിക്കൻ കറി. ആരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. കാരണം ഇതിൽ തേങ്ങ ചുട്ട് ചതച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്, സവാള ചേർക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ കറീനെ ഒന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്. എല്ലാം ഒന്ന് ചതച്ചൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വരും. ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് നോക്കാം. 1 കിലോ ചിക്കൻ, ഉപ്പും മഞ്ഞളും വിനാഗിരിയും ചേർത്ത് ക്ലീൻ ചെയ്തതിൻ്റെയാണ് കേട്ടോ ഒരു മഞ്ഞ നിറം വന്നേക്കുന്നത്. ഒരു 10-25 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ ചുട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. പെരിഞ്ജീരകവും നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെയാണ് ലാലേട്ടൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസ് ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണ്ട് വരണം. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറി ഒന്ന് നല്ല മൂത്ത ഒരു പരുവാവണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മഞ്ഞളിൻ്റെ ആ പച്ച മണം ഒന്ന് മാറി വരണം. പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും, കാരണം നല്ല ചൂടായി കിടക്കുമല്ലേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ക്രഷ്ഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ചതച്ചത് 1 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട്. അത് മതി. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മുളക് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് മൂത്ത് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചുട്ട് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ നന്നായിട്ട് ചുട്ടിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം.
ഭയങ്കര ആയിട്ട് ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ പീസസ് കടിക്കാൻ കിട്ടും. അതങ്ങനെ കിട്ടുന്നത് നല്ലതാണ്. ഒരു തേങ്ങയുടെ ആ ചുട്ട ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും, ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ചതച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടി കുറച്ച് കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത്രയും ചേർക്കുന്നത് നല്ലതാണല്ലോ, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണല്ലോ കറിവേപ്പില. അതിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലകളും എല്ലാ ഭാഗത്തേക്കും, ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് സമയം അടച്ച് വയ്ക്കുക, എന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പം നന്നായിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, കാരണം വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. ഇപ്പം നന്നായിട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനെല്ലാം ഉപ്പെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. ചെറിയ പീസസ് ആയിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഞാനൊന്ന് തുറന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നോക്കി കുറച്ചുകൂടെ ഡ്രൈ ആയതിൻ്റെ കളറൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളറായി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെയാണ് ടേസ്റ്റും വളരെ നല്ലതാണ്, വെറൈറ്റി ടേസ്റ്റാണ്, ഒരു നാടൻ ഡിഷാണ്. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതായത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ടൊമാറ്റോ റോസ് ഒക്കെ വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആ ഇടയ്ക്ക് ആ തേങ്ങ കൊത്ത് കടിക്കാൻ കിട്ടുന്നത് വളരെ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.